വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലൂടെയാണ് പോകുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനന്റെ സംശയങ്ങൾ, തത്വാധിഷ്ഠിതമായ സംശയങ്ങൾ. രണ്ടാമത്തെ അധ്യായമാകുമ്പോൾ ഭഗവാൻ പറഞ്ഞു തുടങ്ങും. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം അർജുനന്റെ കുറെ സങ്കടങ്ങളും സംശയങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ സുരേഷ് ജി ഹരേ കൃഷ്ണ, രണ്ടാമത്തെ അധ്യായത്തിലൂടെ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു, കുതസ്ത്വ കശ്മലിമിതം വിഷമേ സമുപസ്ഥിതം അനാര്യം അജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിന്റെ മൂല്യമെന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് ഇത് നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തളർന്നിരുന്ന അർജുനനെ ഭഗവാൻ എടുത്തുയർത്തുകയാണ്. ഇതവിടെയാണ് ഭഗവത്ഗീതയുടെ മൂല്യം ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഒരു സ്ട്രെങ്തൻ തരുന്ന ഒരു ടെസ്റ്റാണ് ഭഗവാന്റെ വാക്കുകൾ നേരിട്ട് വന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ ഡോക്ടർ ജി, ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. അവിടെ ദീർഘമായിട്ട് പറയാണ്. അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം വായിച്ചുകൊണ്ട് വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ നടന്നില്ല. ഹോംവർക്ക്. ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്തയുപപാദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോ തിഷ്ട പരന്തവ. ഹേ പാർത്ഥ, തരന്താണ് ഈ ആണത്വമില്ലായ്മയ്ക്ക് അധീനനാകരുത്, നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ എന്ന് അർജുനൻ എടുത്തു. ഈ ഒരു സിറ്റുവേഷൻ, ഇത് യുദ്ധത്തിന് മുമ്പ്, യുദ്ധം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിലാണ് യുധിഷ്ഠിര മഹാരാജാവ് എത്തുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണക്ക് പറഞ്ഞിരുന്നല്ലോ, 640 കോടി. 640 എന്നല്ലേ ഞാൻ പറഞ്ഞത്? 640 കോടി ജനങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ. 640 ആണോ 840 ആണോ നോക്കട്ടെ, ഒരു മിനിറ്റ്. എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതെ, 640 കോടി. 640 കോടി ജനങ്ങൾ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീണു. നോക്കണം എന്തുകൊണ്ട് മരിച്ചു വീണു എന്നുള്ളതാണ്. പാണ്ഡവർക്ക് വെറുതെ ഒരു രാജ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യുധിഷ്ഠിര മഹാരാജാവ് തളർന്നു. ആ സമയത്ത് യുദ്ധമെല്ലാം കഴിഞ്ഞു, ഒരുപാട് പേര് മരിച്ചു വീണു, ബന്ധുക്കള് സുഹൃത്തുക്കള് എല്ലാവരും മരിച്ചു വീണു. യുധിഷ്ഠിര മഹാരാജാവ് കരയുകയാണ്, തത്വത്തിൽ കരഞ്ഞു. ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് പറയും. ആത്മാവിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്. കാര്യം അവിടെ അദ്ദേഹം സാധൂകരിക്കുന്നുണ്ട് ആ കാര്യം, രാജ്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. യുധിഷ്ഠിര മഹാരാജാവ് നല്ലൊരു ഭരണാധികാരിയായിരുന്നു, അപ്പൊ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല. കാര്യം പാണ്ഡവരോട് ശത്രുതാപരമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും രാജ്യത്തെ ജനത്തിനോട് വളരെ കൂറു പുലർത്തിക്കൊണ്ടായിരുന്നു ദുര്യോധനൻ രാജ്യം ഭരിച്ചിരുന്നത്. അവിടെയാണ് ഭഗവാന്റെ സാങ്ക്യ സിദ്ധാന്തം, അനലിറ്റിക്കൽ സ്റ്റഡി വന്നത്. അവിടെയാണ് ഗുരുസ്ഥാനത്ത് കൊണ്ട് അർജുനനെ ഉപദേശം. ഇവിടൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മുടെ ഇപ്പോഴത്തെ എലക്ഷൻ പോലെയാണ്. ഞാൻ വെറുതെ ഒന്ന് കമ്പയർ ചെയ്താണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി, റെഫറൻസ് എന്ന മാതിരി എടുത്താൽ മതി. ഒരു നിയമസഭാ ഇലക്ഷൻ പോലോ അല്ലെ രാജ്യസഭാ ഇലക്ഷൻ പോലോ അല്ല ഈ തദ്ദേശ ഈ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകൾ. അവിടെ വ്യക്തിപരമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതൊരു സെന്റിമെന്റ്സ് ആണ്. ആക്ച്വലി തത്വത്തിൽ അതൊരു സെന്റിമെന്റ്സ് ആണ്. ഒരിക്കലും പാടില്ലെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ദുര്യോധനന് പറ്റിയ അബദ്ധം, കർണന് പറ്റിയ അബദ്ധം. കർണൻ വ്യക്തിപരമായിട്ട് സെന്റിമെന്റ്സ് കാണിച്ചു ദുര്യോധനോട്. ഭഗവാൻ പറഞ്ഞു, നീ പാണ്ഡവ പക്ഷത്ത് നിൽക്കണം, അതാണ് ധർമ്മം എന്ന് പറഞ്ഞു.
ദുര്യോധനൻ ശരിയായ ഭരണാധികാരി ആണെങ്കിൽ കൂടി ദുര്യോധനൻ അധർമ്മമാണ് ചെയ്തത്. അവിടെ ദീനാനുകമ്പ പ്രകടിപ്പിച്ചിട്ടില്ല, സഹോദര സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല, ഗുരുത്വം പ്രകടിപ്പിച്ചിട്ടില്ല, ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ഇതൊന്നുമില്ലെങ്കിൽ എത്ര നല്ല ഭരണമാണെങ്കിൽ കൂടി ഭഗവാൻ അവിടെ സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും ഭഗവാൻ കൂടെ നിൽക്കത്തില്ല. ഇപ്പൊ ദുര്യോധനൻ കരയുമ്പോൾ ഭഗവാൻ യാത്രയാകുന്നത് പറയുകയാണ്. എല്ലാവരും പറഞ്ഞു കൃഷ്ണ യാത്രയായി പോകരുത്, കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പം കേൾക്കുന്നില്ല. അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞപ്പോഴാണ് നിന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ ഭീഷ്മദേവരുടെ അടുത്ത് ഭഗവാൻ തന്നെ യുധിഷ്ഠിരനെയും കൂട്ടരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഭീഷ്മദേവർ ശരശയ്യെ കിടക്കുകയാണ്. ഉത്തരായണം നോക്കിയിട്ട് കിടക്കുകയാണ് ഭീഷ്മദേവർ. നമ്മൾ ആ ഭാഗം നമ്മൾ ഉടനെ ചെയ്യും. കുന്തിസ്തുതി, കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ അതൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഭീഷ്മദേവര് പോവുകയാണ്. ഭീഷ്മദേവരുടെ അടുത്തോട്ട് ധർമ്മ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഭഗവാൻ മനഃപൂർവ്വം ഒരു ഗുരുത്വം ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കണമെന്ന് കണ്ടിട്ട് ഭീഷ്മദേവരുടെ കയ്യിൽ നിന്ന് തന്നെ ധർമ്മം കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നു. കുന്തിദേവി കരയുമ്പോൾ കുന്തിദേവി എടുത്ത് ഭീഷ്മദേവര് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നോക്കണം, യുധിഷ്ഠിരൻ മഹാരാജാവ് യുധിഷ്ഠിരൻ കാണിച്ച സെന്റിമെന്റ്സ് സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്ന് മനസ്സിലാവും. പറയും ഭീഷ്മദേവര് കുന്തിദേവിയെ എടുത്ത്, കല്യാണം കഴിക്കുന്നതിന് മുൻപ് മുതൽ കുന്തി നീ ദുഃഖമേ അനുഭവിച്ചിട്ടുള്ളൂ, മക്കളായതിനു ശേഷവും നീ ദുഃഖമേ അനുഭവിച്ചിട്ടുള്ളൂ, എല്ലാവരും നിനക്ക് ദുഃഖമാണ് വന്നിട്ടുള്ളത് എന്ന് പറയും. ഭീഷ്മദേവര് വളരെ വ്യസനത്തോടെയാണ് പറയുന്നത്. ആ ദുഃഖം എവിടെ നിന്ന് വന്നു? ദുര്യോധനന്റെയും കൂട്ടരിൽ നിന്ന് വന്നു. അപ്പം ജനത്തെ ഒരു വ്യക്തിപരമായി നോക്കിയിട്ടല്ല ഭഗവാൻ അനലൈസ് ചെയ്തത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ, സനാതന ധർമ്മത്തെ, ഭാഗവതത്തെ കൈ പിടിച്ചുയർത്തുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സനാതന ധർമ്മത്തിന് അല്ലെങ്കിൽ ഈശ്വരാംശം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈശ്വരാംശം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വ്യക്തിയുടെ കാര്യത്തിൽ വ്യക്തിപരമായ യാതൊരു സ്നേഹപ്രകടനങ്ങളും അവിടെ കാണിക്കരുത്. നമ്മളെ അങ്ങനെ സഹായിച്ചതല്ലേ, ഇങ്ങനെ സഹായിച്ചതല്ലേ, നമ്മളൊരു കാര്യത്തിന് ആദ്യം പോകേണ്ടത് അദ്ദേഹത്തിന്റെ അടുത്തല്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പുകളല്ല, ഇപ്പൊ ഞാൻ അത്രയും പറഞ്ഞുള്ളൂ കാര്യം. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ള അടുത്ത ശ്ലോകത്തിലൂടെ നമുക്കത് മനസ്സിലാക്കും. നമുക്ക് അർജുനൻ ഉവാച തൊട്ട് പോകാം. മൂന്നാമത്തെ ശ്ലോകം ഞാൻ ഹോംവർക്ക് തന്നെ വീണ്ടും തന്നിരിക്കുകയാണ്. അർജുനൻ ഉവാച, ഭഗവത്ഗീതയുടെ സുരേഷ് ജി, ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായം 4ാമത്തെ ശ്ലോകത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു മിനിറ്റ്. നാല്, 5, 6 നമുക്ക് ഒരുപക്ഷെ നമുക്ക് നോക്കാം, കവർ ചെയ്യാൻ പറ്റുമോ. അർജുന ഉവാച, റിപ്പീറ്റ് ചെയ്യാം. അർജുന ഉവാച, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന അർജുന ഉവാച, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി മാതാജിന്റെ ലിങ്കും തന്നിട്ടുണ്ട്, ആ ശ്ലോകം ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ ആ മലയാളം കിട്ടും ഭഗവത്ഗീതയുടെ. ഓക്കെ.
പൂജാർഹാവരിസൂദന 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 അർജുന ഉവാച അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന പൂജാർഹാവരിസൂദന. ഇവിടെ ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. ശീലപ്രഭുപാദ കീ ജയ്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അരിസൂദന, ശത്രുഞ്ജയനായ മധുസൂദന, അല്ലയോ മധുസൂദന, അഹം ഞാൻ, സാഖ്യേ യുദ്ധത്തിൽ, കഥം എങ്ങനെ, പൂജാർഹവ് പൂജാർഹരായ, ഭീഷ്മം ഭീഷ്മരെയും, ദ്രോണം ച ദ്രോണരെയും, ഇഷുഭിഹി ഇഷുക്കളെ ശ്രമങ്ങളെ കൊണ്ട് ശരങ്ങളെ കൊണ്ട്, പ്രതിയോഗാസ്യാമി എതിരിടും. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീപ്രഭുപാദ കീ ജയ്. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? കാര്യം ഗുരുജനങ്ങളാണ്, ഭീഷ്മദേവരെല്ലാം പ്രപിതാമഹൻ, ദ്രോണാചാര്യര് ഗുരുജനമാണ്. ഇവരെയൊക്കെ എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അർജുന ഉവാച അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. പൂജാർഹാവരിസൂദന. സ്മിതമാതാജി ആ ശ്ലോകം ചൊല്ലിക്കോളൂ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. സിമി മാതാജി. ഓ ഹരേ കൃഷ്ണ. ഡോക്ടർ ജി ഒരു ഇടയ്ക്കൊരു ഇന്റർവെല്ലേ. ഹരേ കൃഷ്ണ, എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ. നല്ലത്. ആ ശബ്ദം ഭഗവാന്റെ ധ്വനികളാണ് കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത് ക്യാപ്ചർ ചെയ്യും. ഹരേ കൃഷ്ണ. സിമി മാതാജി സ്റ്റാർട്ട് ചെയ്തോളൂ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. നിഷാജി. അർജുന ഉവാച കഥം ഭീഷ്മമഹം സഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. ഇത് നമ്മളെ വീട്ടില് ഇതെല്ലാം നമ്മൾ കവർ ചെയ്തതല്ലേ ഈ ശ്ലോകങ്ങളെല്ലാം? അതെ അതെ. പക്ഷെ ഇനിയിപ്പോ ഒരു പക്ഷെ അന്ന് പറഞ്ഞതിനേക്കാൾ വേറെ തരത്തിലോട്ട് മീനിങ് പോകും. ഞാനൊന്നും റെക്കോർഡ് ഞാനൊന്നും റീവൈൻഡ് ചെയ്യല്ല. ആ സമയത്ത് ചില കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്താണ് പിന്നെ വീട് തലത്തിലോട്ട് പോകുന്നത്. യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹരേ കൃഷ്ണ. മീരാജി. ഹരേ കൃഷ്ണ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. വിദ്യാജി. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ ഡോക്ടർ ജി വായിക്കാൻ പറ്റുമോ? വായിക്കാം. മ്യൂട്ടാണ്. ആശ വായിക്കും. ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സുരേഷ് ജി കിട്ടിയ ഈ ശ്ലോകം ഞാൻ സ്മിതമാധവി ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ കണ്ടു കഴിഞ്ഞാൽ ശ്ലോകം കാണാൻ പറ്റും. എത്ര ശ്ലോകം ഇത്? ഇത് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിനും 4-ാമത്തെ ശ്ലോകമാണ്. 4-ാമത്തെ ശ്ലോകം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലേ, ഞാൻ ചെക്ക് ചെയ്യാം. അടുത്ത ശ്ലോകം ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ. ഇതിന്റെ ഭാവാർത്ഥം സിമി മാതാജി ഒന്ന് വായിച്ചു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ബഹുമാന്യരായ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക് സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പെയ്യും? തന്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. ഹരേ കൃഷ്ണ. ഇതിനകത്ത് വളരെ വലിയ എക്സ്പ്ലനേഷൻ അടുത്ത ശ്ലോകത്തിലൂടെ പോയിട്ട് നോക്കാം. വളരെ ചെറുതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം. പക്ഷെ അവര് എന്തുകൊണ്ടാണ് പരുഷമായി പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതിനകത്തൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്പിരിച്വൽ സർക്കിളില് ചിലരെങ്കിലും ഇത്തരത്തിലുള്ള ഗുരുത്വമില്ലായ്മ കാണിക്കാറുണ്ട്. പ്രതിഷേധിച്ചിറങ്ങിപ്പോവുക, ഗുരുവിനെ നിന്ദിക്കുക. ഒരു കാര്യം സ്പഷ്ടമാണ്, എന്ന് അവര് തെറ്റിതിരുത്തി ആ ഗുരുത്വത്തിന്റെ മഹിമ അറിഞ്ഞ് തിരിച്ചു വരുന്നില്ലയോ, ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് രക്ഷയുണ്ടാകില്ല. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല, ഭഗവത്ഗീതയെ സാക്ഷി നിർത്തിയും ഭഗവത്ഗീത പറഞ്ഞതും അനുസരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഭഗവാന്റെ ശാസ്ത്രമാണ്, ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൽ പല പുരോഗമനങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ലാസ്റ്റ് അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് പുരോഗമനമാണോ ആവശ്യമുള്ളത് അത് തിരിച്ചു പോകും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കല് ഒരു ആള് എന്തോ അഭിപ്രായം പറഞ്ഞതാണ്. അഭിപ്രായം എന്നല്ല, കുറെ ഇവിടെ അല്ല, നമ്മുടെ കാര്യങ്ങളല്ല, പുറത്തെ ഒക്കെ. അപ്പൊ ഇന്ന സാധനം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വേണ്ട എന്നുള്ള രീതിയിലല്ല, അസൈൻ കൊടുത്തു, അവർ ചെയ്യട്ടെ എന്നുള്ളത്. പക്ഷെ പറഞ്ഞതിന് കാരണം ഒരുപക്ഷെ ആ ഗുരുവിന് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അവിടെ ചില അഭിപ്രായ ഭിന്നതകളും ഒബ്ജക്റ്റീവും വരുമ്പോൾ അത് കാര്യം എന്തെന്ന് ചോദിക്കാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത്, അപ്പം ഒരു ഗുരു എന്തെങ്കിലും പറയുമ്പോൾ ആ ഗുരുവിന് സ്പഷ്ടമായ ഒരു മീനിങ് ഉണ്ടാവും, അർത്ഥമുണ്ടാവും. അത് ഒരിക്കലും സ്വാർത്ഥതയല്ല. പ്രഭുപാദയുടെ ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. പ്രഭുപാദയുടെ ഒരു കുടുംബം ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഡൈവോഴ്സിന് അറ്റത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഭർത്താവും ഭാര്യയും കൂടി ഈ പ്രഭുപാദരുടെ അടുത്ത് ചെല്ലുകയാണ്. ശിഷ്യന്മാര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞു, എനിക്കിപ്പം ഡൈവോഴ്സ് ചെയ്യണം, ഒരു തരത്തിലും എനിക്ക് അങ്ങോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. ഭാര്യയും പറയും, ഇത് തന്നെയാണ് എനിക്ക് ഉള്ളത്, ഞങ്ങൾ തീരുമാനിച്ചു വന്നതാണ്, ഡൈവോഴ്സ് ചെയ്തേ പറ്റത്തോളം എന്ന് പറയും. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ കാതോർത്തിരിക്കുകയാണ്, പ്രഭുപാദർ എന്താണ് പറയാൻ പോകുന്നത്. പ്രഭുപാദർ പറഞ്ഞു, യെസ്, ബെസ്റ്റ് ചോയ്സ്, ഡൈവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരഭിപ്രായങ്ങളും പ്രഭുപാദർ ചോദിച്ചില്ല. കുടുംബം പോയി. ഭക്തർ ചോദിച്ചു,
ഗുരു ആക്ച്വലി അവരെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും റീജോയിൻ ചെയ്യിക്കല്ലേ വേണ്ടത്. പക്ഷെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനായിരുന്നെങ്കിൽ ഇവിടെ വന്ന് അവർ കാണേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു. പ്രഭുപാദർ പറഞ്ഞു, അവരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല. കാര്യം അവൾ ആൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെ സമാധാനപ്പെടുത്തി പോയി കഴിഞ്ഞാലും ഇന്നല്ലേ നാളെ അവർ ഡൈവോഴ്സ് ചെയ്തിരിക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അപ്പം അതാണ് വസ്തുതയെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞതിന് ശേഷം അവർ ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗുരുവിനെ നിന്ദിച്ചു എന്നൊരു പാപവും കൂടി അവിടെ വന്നു ചേരുമെന്ന് പറഞ്ഞു. ഒരിക്കലും ആ പാപം അവർക്കുണ്ടാകാൻ പാടില്ല. ഗുരുനിന്ദയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിച്ചു വിട്ടു. അവിടെയാണ് അനലിറ്റിക്കൽ സ്റ്റഡി വരുന്നത്. ഗുരു വ്യാസാസനത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ആ ഗുരു സംസാരിച്ചതെന്ന്. വൈകാരികമായി റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ. റിപ്പീറ്റ് ചെയ്യാം. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ. ശ്രേയോ ഭോക്തും ഭക്ഷ്യം അപീഹ ലോകേ. ഭക്ഷ്യം അപീഹ ലോകേ. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ. ശ്രേയോ ഭോക്തും ഭക്ഷ്യം അപീഹ ലോകേ. ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ. രുധിരപ്രദിഗ്ധാൻ. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ. ശ്രേയോ ഭോക്തും ഭക്ഷ്യം അപീഹ ലോകേ. ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ. രുധിരപ്രദിഗ്ധാൻ. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശ്രീരപ്രഭുപാദയ്ക്ക് ജയ്. മഹാനുഭാവാൻ മഹാശയരായ ഗുരുക്കന്മാരെ അഹത്വ ഹനിക്കാതെ ഇഹലോകെ ഈ ലോകത്തിൽ ജീവിതത്തിൽ ഭൈക്ഷ്യം അഭി ഭിക്ഷാന്നത്തെയും ഭോക്തും അനുഭവിക്കുന്നത് ശ്രേഹ കൂടുതൽ നല്ലതാണ്. കിം തു എന്നാൽ ഗുരുക്കന്മാരെ ഹത്വ ഹനിച്ചിട്ട് ഇഹ ഏവ ഇവിടെ ഈ ലോകത്ത് തന്നെ രുധിരപ്രദിഗ്ധാൻ ചോര നല്ലവണ്ണം പുരണ്ടവനും അർദ്ധകാമങ്ങളുമായ ഭോഗങ്ങളെ ഭുജിക്കണമോ? എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഗുരു നഹത്വാഹി മഹാനുഭാവാൻ. ശ്രേയോ ഭോക്തും ഭക്ഷ്യം അപീഹ ലോകേ. ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ.
ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രദിഗ്ധാൻ. ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. മീരാജി വായിച്ചോളൂ. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഹരേ കൃഷ്ണ. സിമി മാതാജി. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഇഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇഷാജി. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൗഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഹരേ കൃഷ്ണ. ഡോക്ടർജി. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും പശ്യ അപീഹ ലോകേ ഹത്വാർത്ഥകാമാസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചോളൂ. മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും പശ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി ഒന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തം വൈക്ഷ്യം അപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. സുരേഷ് ജി. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും പൈക്ഷമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നിഷാജി അതിന്റെ ഭാവാർത്തൊന്ന് വായിച്ചോളൂ. വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃതം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്തു ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിന് ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ്. അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങളായതിനാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നത് പോലെയുള്ളതെന്നും അർജുനന് തോന്നുന്നു. അപ്പം ഒരു ഗുരുവിന്റെ മഹത്വം അവിടെ പറയുന്നു. ഒരു ഗുരു ആരാകണം, അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ നിർവചനം അവിടെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ വായിച്ചിട്ട് അതിനെ പറ്റി പറയാം. കഥരന്നോ ഗരിയോ യദ്വാ ജയേമ യദിവാ നോ ജയേയു യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്തേ അവസ്ഥിതാഃ പ്രമുഖേ ധൃതരാഷ്ട്രാഃ
ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദയ്ക്ക് യഥാ വിദ്വ ഒരു പക്ഷേ ജയേമ നാം ജയിച്ചേക്കാം യതിവ അല്ലെങ്കിൽ നഹ നമ്മെ ജയേയു അവർ ജയിച്ചേക്കാം നമുക്ക് കതരത് എന്താണ് ശരീരഹ അധികം നല്ലത് ഏതൊച്ച അതു തന്നെ ന വിത്മഹ നാം അറിയുന്നില്ല യാൻ ഏവ യാതൊരുവനെ തന്നെ ഹത്വാഹ ഹനിച്ചിട്ട് ന ജീവി വിഷാമഹ നാം ജീവിക്കാൻ ഇച്ഛിക്കുന്നില്ലയോ തേ ധാർത്തരാഷ്ട്ര ആ ധാർത്തരാഷ്ട്രന്മാർ പ്രമുഖേ നേരെ മുന്നിൽ അവസ്ഥിതാഹ സ്തുതി ചെയ്യുന്നു ന ചൈതദ്വിത്മാ കതരന്നോ ഗരിയോ യേദ്വാ ജയേമ യദിവാനോ ജയേയുഹു യാനേവ ഹത്വാന ജിജീവിഷാമ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ ന ചൈതദ്വിത്മ കതരന്നോ ഗരിയോ യേത്വാ ജയേമ യദിവോ നോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. മാതാജി न चैतद्विद्म कतरान्न गरीयो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम ते अवस्थिताः प्रमुखे धार्तराष्ट्राः. हरे कृष्ण. निशा जी. न चैतद्विद्मा कतरनो गिरियो यत्वा जयेम यदि वा नो जयेयु यानेव हत्वा न जिजीविषाम स्त अवस्थिताः प्रमुखो धार्तराष्ट्राः. विद्याजी. न चैतद्विद्वः कतरनो गरीयो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम ते अवस्थिता प्रमुखे धार्तराष्ट्राः. न चैतद्विद्म कतरन्नो गरीयो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम स्ते अवस्थिताः प्रमुखे धार्तराष्ट्राः. हरे कृष्ण. हरे कृष्ण. ശ്രീമാതാജി പറഞ്ഞായിരുന്നു, ചൊല്ലിയായിരുന്നു. न चैतद्विद्मा कतरन्नो गिरियो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम. हरे कृष्ण. डॉक्टर जी. हरे कृष्ण. न चैतद्विद्मः कतरन्नो गरीयो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम ते अवस्थिता प्रमुखे धार्तराष्ट्राः. वेरी गुड. डॉक्टर जी के वो सुपर फास्ट आई. कतरन्नो गरीयो यद्वा जयेम यदि वा नो जयेयुः यानेव हत्वा न जिजीविषाम ते अवस्थिता प्रमुखे धार्तराष्ट्राः. हरे कृष्ण. ഞാൻ പറഞ്ഞത് ഡോക്ടർ ജി കേട്ടോ? സൂപ്പർ. ഡോക്ടർ ജി ഒക്കെ സൂപ്പർ ഫാസ്റ്റ് ആയിപ്പോയെന്ന് പറഞ്ഞതാണ്. സുരേഷ് ജി. ക്ഷമിക്കണം, അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ തലയിൽ ഇവിടെ റിബൺ കണ്ടിരിക്കുക. എന്റെ മോള് കെട്ടിയതാ, ഞാൻ അഴിച്ചു മാറ്റാൻ മറന്നുപോയതാണ്. ആരും
ഗുണം കെട്ടിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എന്റെ മോള് തിരിച്ചു എന്തായാലും കണ്ടില്ല കേട്ടോ, കണ്ടില്ല ഭാഗ്യം. കെട്ടി പുറത്തു പോയതാ, ഇപ്പോഴാ കണ്ടത്. ഹരേ കൃഷ്ണ. അല്ലാതെ ഞങ്ങളാരും കണ്ടില്ല പ്രഭു. ഞാൻ ഇപ്പോഴേ അടിച്ചു മാറ്റി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ മോള് വന്നിട്ട് പറഞ്ഞു, ഇതാ അച്ഛൻ ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ലെന്ന്. ഞാൻ ക്ഷമിക്കണം. നോ ഇഷ്യൂ. ഓക്കെ, ശ്ലോകം വായിച്ചോളൂ. നോ ഇഷ്യൂ. ന ചൈതദ്യുത്മാ കതരന്നോ ഗരീയോ യദ്വാ ജേമ യദി വാനോ ജയേയു യാനേവ ഹത്വാ ന ജജീവിഷാമ സ്തേ അവസ്ഥിതാ പ്രമുഖേതാർത്ഥരാഷ്ട്രാഃ. ഹരേ കൃഷ്ണ. ന ചേതദ്വിത്മ കതരന്നോ ഗരീയോ യത്വാ ജയേമ യദി വാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്തേ അവസ്ഥിതാ പ്രമുഖേതാർത്ഥരാഷ്ട്രാഃ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഭാവാർത്ഥം ഡോക്ടർ ജി വായിക്കാൻ പറ്റുമോ? യുദ്ധം ചെയ്യുക. ഭാവാർത്ഥം: യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ചു ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തന്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും. എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുമില്ല. കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ. ന്യായം തങ്ങളുടെ പക്ഷത്താകിയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായി തീരും. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയമാകും. അർജുനന്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണെന്നും വ്യക്തമാകുന്നുണ്ട്. രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും താൻ ഭിക്ഷാടനത്താൽ ജീവിച്ചു കൊള്ളാമെന്ന നിലപാട് അദ്ദേഹത്തിന്റെ നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. തന്റെ ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂട്ടുന്നു. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവദാ യോഗ്യനാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല. ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. ഭൗതിക ഖണ്ഡങ്ങളെ മഹത്തായ ഗുണവിശേഷങ്ങളിലുപരി ഈ ഗുണങ്ങൾ കൊണ്ടും അർജുനൻ യോഗ്യനായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിതത്തിൽ അർജുനനെ പോലെയെങ്കിലും ആവണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വേണ്ടത്. നമുക്ക് ഭഗവാനാകാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഭഗവാന്റെ ഭക്തനാകാൻ പറ്റും. അതും അർജുനനെ പോലെയെങ്കിലും ആകണം. ആ അർജുനന്റെ ആ ഇന്ദ്രിയ നിയന്ത്രണം, ഭഗവാൻ കൂടെയുണ്ട്, ജയിക്കുമെന്ന് അറിയാം. പക്ഷേ അർജുനൻ വളരെ സാത്വികമായിട്ട് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊന്നും ശരിയല്ല, ഗുരുജനങ്ങളാണ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോകണ്ട, ഇതിലും ഭേദം ഭിക്ഷയെ യാചിച്ച് കഴിയുന്നതാണ് കൃഷ്ണ നല്ലത്, ഇതിനൊന്നും നമുക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ അവിടെ ഭഗവാൻ ആ ഗുരുവിന്റെ മഹിമയെ പറ്റി, അല്ലെങ്കിൽ ഗുരു ആരായിരിക്കണം എന്ന് പറയുകയാണ്. അത് മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ഉണ്ടാകും. ഏതാണ് ശരി, ഏതാണ് നല്ലത്, എന്താണ് ചെയ്യേണ്ടത്? കാര്യം ഈ ലോകം, ഈ ഭൗതിക ലോകം എല്ലാം മൂടുപടം അണിഞ്ഞ ആണ്. അതായത് ആട്ടിൻ മുഖത്തിന്റെ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. പ്രത്യേകിച്ച് അവര് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അവര് സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. കുട്ടികളൊക്കെ സത്യസരണിയിലൊക്കെ പോകേണ്ടി വന്നത് അതിന്റെ ഫലമായിട്ടാണ്. ഒരു ഗ്ലാസ് വെള്ളം തരുന്നത് പോലും എന്തിന്റെ പ്രതീകമായിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയില്ല. ഇതിന്റെ എല്ലാം പാപങ്ങൾ. അതുകൊണ്ടാണ് ഇതെല്ലാം ഭഗവാൻ. അപ്പം ഇവിടെ അർജുനനോട് പിന്നെ പറയും, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ പറയുന്നതാണ് നീ ഇപ്പോൾ കേൾക്കേണ്ടത്. കാര്യം ഭഗവാന് മാത്രമേ ആ ധർമ്മത്തെ പറ്റി അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ
ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ആരും പറയാതെ തന്നെ, നമുക്ക് അറിയാതെ തന്നെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാർ ഒരു ഫാമിലി ഡോക്ടറെ ഉണ്ടാക്കി വെച്ചിരിക്കും. ശരിയല്ലേ ഡോക്ടർ ജി? തീർച്ചയായിട്ടും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആ ഫാമിലി ഡോക്ടറെ ആയിരിക്കും ആദ്യം വിളിച്ചു നോക്കുന്നത്, ഉപദേശം സ്വീകരിക്കും. ഒരു വിശ്വാസമാണ്. എന്റെ കുടുംബ ഡോക്ടറാണ്, ഒരു വിശ്വാസമാണ്. ഏതെങ്കിലും ഒരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോൾ പോലും അവരും ചോദിക്കും നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ഏതാണെന്നുള്ളത്. ഇല്ലേ? ശരിയല്ലേ? അങ്ങനെ ഉണ്ട്. പക്ഷേ സ്പിരിച്വൽ മാസ്റ്റർ ആണെന്ന് ആരും ചോദിക്കത്തില്ല. അവിടെയാണ് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അപജയവും. പണ്ട് ഭരണകർത്താക്കന്മാര് രാജർഷികളെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ അവര് രാജ്യ കാര്യങ്ങളിൽ ഇടപെടുകയായിരുന്നുള്ളൂ. എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. ഇവിടെ ഭീഷ്മദേവരെ കാണാൻ പോകുമ്പം പോലും പാണ്ഡവരുടെ കുലഗുരുവായ ധൗമനെ കൂടെ കൊണ്ടുപോയിരുന്നു. പാണ്ഡവരുടെ കുലഗുരുവാണ് ധൗമൻ, എഴുതി വെച്ചു. ആ ധൗമനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവരെല്ലാം ചെയ്തിരുന്നുള്ളൂ. അപ്പം കുടുംബ ജീവിതത്തിലും നമുക്ക് ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആവശ്യമാണ്. പക്ഷെ ഒരു ഗുരു ആരായിരിക്കണം എന്നുള്ളത് ആ ഒരു നിർവചനം ശ്രീമദ് മഹാഭാഗവതത്തിന്റെ 5ാം സ്കന്ധം 5ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായത്തില് 18ാമത്തെ ശ്ലോകം മാതാജി എടുത്തു വെച്ചുള്ളൂ. സ്മിത മാതാജി 5.5.18 പറയുന്നുണ്ട് ഒരു ഗുരു ആരായിരിക്കണമെന്ന്. 5:5:18 ഭാഗവതത്തിന്റെ 5ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായത്തില് 18ാമത്തെ ശ്ലോകത്തില് പറയുന്നു. സ്മിത മാതാജി വായിക്കാൻ പറ്റുമോ? എടുത്തോ. ഗുരുർന സസ്യാത് സജനോ ന സസ്യാത്. എടുത്തോ? വായിച്ചോളൂ. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന തത്സ്യാൻ ന പതിശ്ച സാസ്യാൻ ന മോചയേദ്യ സംപുതേത മൃത്യും. ട്രാൻസ്ലേഷൻ. ഒന്നുകൂടെ. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന തത്സ്യാൻ ന പതിശ്ച സസ്യാൻ ന മോചയേദ്യ സമുപേത മൃത്യും. അതിന്റെ മീനിങ്ങും കൂടെ, ട്രാൻസ്ലേഷനും കൂടെ. Translation by Srila Prabhupada, Jai Srila Prabhupada. One who cannot deliver his dependents from the path of repeated birth and death should never become a spiritual master, a father, a husband, a mother, or a worshipable demigod. ഒരു ഗുരുവിന്റെ മാത്രമല്ല, ഒരു ഗുരു ആ ഗുരുവിന്റെ വാക്കിനോട് ഒരു മാന്യത വരണമെന്നുണ്ടെങ്കിൽ, ഒരു പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ അച്ഛൻ എന്ന പേരിനോട് മാന്യത വരണമെന്നുണ്ടെങ്കിൽ, അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന പേരിനോട് മാന്യത വരണമെന്നുണ്ടെങ്കിൽ, ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ ഭർത്താവിന്റെ പേരിനോട് ഒരു മാന്യത വരണമെന്നുണ്ടെങ്കിൽ, ആ പേരുകളെല്ലാം അനന്യമാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടായിരിക്കണം. ഗുരു ന സസ്യാത് സജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദേവം ന തസ്യാൻ ന പതിശ്ച സസ്യാൻ ന മോക്ഷയേദ്യ സമുപേത മൃത്യും. One who cannot deliver his dependents from the path of repeated birth and death, പുനരഭിജനനം പുനരഭിമരണം, അങ്ങനെയുള്ള ആ കാലദോഷങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപദേശം ആർക്ക് ചെയ്യാൻ പറ്റത്തില്ലയോ? ഭഗവാൻ ആരാണെന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ലയോ? റിപ്പീറ്റഡ് ബർത്ത് ആൻഡ് ഷുഡ് നെവർ ബിക്കം എ സ്പിരിച്വൽ മാസ്റ്റർ. അദ്ദേഹം ഒരിക്കലും ഗുരു എന്ന് പറയാൻ പറ്റത്തില്ല. ഫാദർ, അച്ഛൻ എന്ന് പറയാൻ പറ്റത്തില്ല.
എ ഹസ്ബൻഡ് ഒരു ഭർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല. എ മദർ ഒരമ്മ എന്ന് പറയാൻ പറ്റത്തില്ല. ഓർ എ വർഷിപ്പബിൾ ഡെമിഗോ ദേവദാസ് ദേവതമാരെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഋഷഭ രാജാവ് അദ്ദേഹത്തിന്റെ 100 പുത്രന്മാരോട് പറയുന്നതാണ് ഈ ഉപദേശം. ഋഷഭ രാജാവ് അദ്ദേഹത്തിന്റെ 100 പുത്രന്മാരോട് പറയുന്നതാണ്. ഓൺ ഹു കനോട്ട് ഡെലിവർ ഹിസ് ഡിപെൻഡൻസ് ഫ്രം ദ പാത്ത് ഓഫ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വലിയ ഭയം മൃത്യുഭയമാണ്. റിപ്പീറ്റഡ് ബർത്ത്, അടുത്ത ജന്മം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള ജനന മരണങ്ങളിൽ നിന്ന് മോക്ഷം കിട്ടാൻ ആരെയാണോ പ്രാപിക്കേണ്ടത് ആ ഒരു പ്രാപ്യസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു ഗുരുവിന് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഒരിക്കലും ആ നാമത്തോട് സൂട്ടബിൾ ആകില്ല. അതുകൊണ്ടാണ് വിജയൻ എന്ന് പേരിട്ട് കഴിഞ്ഞാലും രാമകൃഷ്ണൻ എന്ന് പേര് കിട്ടു കഴിഞ്ഞാലും ഗോപാലകൃഷ്ണൻ എന്ന് പേരിട്ട് കഴിഞ്ഞാലും അസുരന്മാരുടെ വൃത്തികളായിട്ട് മാറും നമ്മൾ കേൾക്കുന്നത്. ഇന്ന് ഞാൻ കേട്ടതാണ്, വായിച്ചതാണ് ഓൺലൈൻ പത്രത്തിൽ. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലർ തെരഞ്ഞെടുപ്പ് വിജയിച്ച് പറഞ്ഞതാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, സ്പിരിച്വലി കണക്ട് ചെയ്ത് തന്നെ. ആശ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വോട്ടിട്ടവർ മാത്രമേ എന്റെ അടുത്ത് വരാവൂ. അതും മാത്രമല്ല പറഞ്ഞത്, ഈ റോഡുകളും പാലങ്ങളും ചെയ്യുമ്പോൾ എന്റെ പേര് ഓർമ്മിക്കണം. അതും മാത്രമല്ല, അതിനും ഒരു പടി കൂടി ഇന്ന് വരെ ഒരു രാഷ്ട്രീയ വ്യക്തികളും ചെയ്യാത്തൊരു പാതകം പറഞ്ഞു. അതായത് ഹിരണ്യാക്ഷനെ പോലെ പ്രവർത്തിച്ചു. അതായത് ഹരേ കൃഷ്ണ എന്ന് പറയുന്നതിന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെ ഹരേ രാമ മഹാമന്ത്രം ചൊല്ലുന്നതിന് പകരം ഹരേ കൃഷ്ണകുമാർ എന്ന് ചൊല്ലുക എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവന്റെ അധപ്പതനമാണ്. ഇപ്പം ഇവിടെ ആത്മീയതയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഹിരണ്യാക്ഷനെയാണ് ആലോചിച്ചത്, ഹിരണ്യകശിപുവിനെയാണ് ആലോചിച്ചത്. എത്ര ആസുരികമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വാമനദേവന്റെ ഒരു അവതാരമുണ്ട്. വാമനദേവന്റെ അവതാരത്തില് വന്നിട്ട് ശുക്രാചാര്യര് തടയും. മഹാബലി ദാനം ചെയ്യാൻ കൊടുക്കുമ്പോൾ ശുക്രാചാര്യര് തടയുമ്പം ശുക്രാചാര്യര് പറയും ചെയ്യരുത്, കാര്യം ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് എന്തോ കാപ്പട്യമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ദാനം കൊടുക്കാൻ തയ്യാറാകരുത്, നീ വാക്ക് ലംഘിച്ചോടൂ എന്ന് ഗുരു ശിഷ്യനോട്, അതായത് ശുക്രാചാര്യര് മഹാബലിയോട് പറയുന്നു. മഹാബലിയോട് പറയുന്നു. അപ്പൊ മഹാബലി കേൾക്കുന്നില്ല. മഹാബലി അതിനെ തടയും, ഒബ്ജക്റ്റ് ചെയ്യും ദാനം ചെയ്യാനായിട്ട്. അങ്ങനെ ശുക്രാചാര്യര് ദേഷ്യപ്പെട്ടിട്ട് ഒരു വണ്ടായിട്ട് വന്നിട്ട് കിണ്ടിയിലിരിക്കുമ്പം വാമനദേവൻ അത് മനസ്സിലാവും. വാമനദേവൻ എന്ത് ചെയ്യും, ഒന്നും അറിയാത്ത മാതിരി ഒരു ദർഭപ്പുല്ല് കൊണ്ടിട്ട് ഈ വെള്ളം അടഞ്ഞിരിക്കുന്നുണ്ട് അങ്ങോട്ട് കുത്തും. അങ്ങനെ ശുക്രാചാര്യരുടെ കണ്ണ് നഷ്ടപ്പെടും. അവിടെ ശുക്രാചാര്യന് ശപിക്കും, നീ അനുഭവിക്കുമെന്നുള്ളത്. പക്ഷേ അവിടെ ഗുരുവിനെ നിന്ദിച്ചു. ആര്? മഹാബലി നിന്ദിച്ചു. എന്തുകൊണ്ട് നിന്ദിച്ചു? അത് ശരിയോ തെറ്റോ? മഹാബലി ഗുരുവിനെ നിന്ദിച്ചു, ശരിയോ തെറ്റോ? ഡോക്ടർ ജി. ശരിയായിരിക്കാം, അല്ലെങ്കിൽ മഹാബലി അത് ചെയ്യത്തില്ലായിരുന്നു. അതെ, നമ്മൾ ഈ പഠിച്ച ശ്ലോകം അത് തന്നെയാണ്. ശരിയാണ് ചെയ്തത്. കാര്യം ഒരു ഗുരുവിന്റെ ധർമ്മമാണ് ഭഗവാനിലേക്കുള്ള ലക്ഷ്യപ്രാപ്തി എങ്ങനെ ചെയ്തു കൊടുക്കാന്നുള്ളത്. സാക്ഷാൽ ഭഗവാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതിന് പകരം ഭൗതികമായിട്ട് ആ ഗുരു ചിന്തിച്ചു, മെറ്റീരിയലി അറ്റാച്ച്ഡ്. അവിടെ ഗുരുവിനെ തള്ളിപ്പറയാം. അപ്പം ഗുരുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു ഗുരുവിന് ഭഗവാനിലേക്ക് ലക്ഷ്യപ്രാപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നാരദ മഹർഷി സാക്ഷാൽ ബ്രഹ്മാവിനെ നിന്ദിച്ചില്ലേ? അതിന്റെ കഥകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാൻ സമയമില്ല. അപ്പം ഇവിടെ എല്ലാം മഹാബലി തിരിച്ചറിഞ്ഞു, സാക്ഷാൽ ഭഗവാനാണ് വന്നിരിക്കുന്നത്, ഇതാണ് എന്റെ ലക്ഷ്യപ്രാപ്തി, അതുകൊണ്ട് എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മഹാബലിക്ക് അനുഗ്രഹം കിട്ടി. ആ പാദങ്ങൾ മഹാബലിയുടെ തലയിൽ സ്പർശിച്ചു അനുഗ്രഹത്തോടെ. സ്വർഗത്തെക്കാൾ മനോഹരമായ സുതലത്തിലേക്ക് പോവുകയും അവിടെ രാജാവാക്കുകയും ഭഗവാൻ അവിടെ അദ്ദേഹത്തിന് കൂട്ടായി
സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുകയും ചെയ്തു, കാവൽക്കാരനായിട്ട് നിന്നു. രുക്മിണിയമ്മയ്ക്ക് പോലും ആ ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ ഇവിടെ വീണ്ടും എഴുതി വെച്ചോളൂ, ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തില് 7-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകം വിവരിക്കുന്നുണ്ട്. എഴുതി വെച്ചോളൂ, ജസ്റ്റ് വായിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1:7-6. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചകൾക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യണം. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. SB സ്പേസ് 1.7.6 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും. SB സ്പേസ് 1.7.6. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അദോക്ഷജേ ലോകസ്യ ജാനതോ വിദ്വാൻ ചക്രേ സ്വാത്വത സംഹിത. അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അദോക്ഷജേ ലോകസ്യ ജാനതോ വിദ്വാൻ ചക്രേ സ്വാത്വത സംഹിത. വിവർത്തനം പറയുന്നത്, ജീവസത്തകൾക്ക് അധികപ്പറ്റായ ഭൗതിക ക്ലേശങ്ങൾ ഭക്തിയുത സേവനത്തിന്റെ അനന്യ പ്രക്രിയയിലൂടെ സ്പഷ്ടമായി ലഘൂകരിക്കാൻ കഴിയും. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ ഗുരുവിന് കഴിയണം. ജീവസത്തകൾക്ക് അധികപ്പറ്റായ, നമുക്ക് അധികപ്പറ്റാണ് ഈ മെറ്റീരിയൽ ഡിസൈർസ് ഓർ ഭൗതികമായ ക്ലേശങ്ങൾ, മിസറീസ്, മെറ്റീരിയൽ മിസറീസ്. അപ്പൊ അത് ജീവസത്തകൾക്ക് അധികപ്പറ്റായ ഭൗതിക ക്ലേശങ്ങൾ ഭക്തിയുത സേവനത്തിന്റെ അനന്യ പ്രക്രിയയിലൂടെ സ്പഷ്ടമായി ലഘൂകരിക്കാൻ സാധ്യമാണ്. എന്നാൽ സാമാന്യ ജനങ്ങൾ ഈ വസ്തുത അറിയുന്നില്ല. ആകയാൽ പരമസത്യവുമായി സംബന്ധപ്പെട്ട ഈ വേദഗ്രന്ഥത്തെ പണ്ഡിത ശിരോമണിയായ വ്യാസദേവൻ രചിച്ചു. അപ്പം വ്യാസദേവൻ എന്തുകൊണ്ടാണ് ഭാഗവതം രചിക്കാനുണ്ടായ കാരണം എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. 18 പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും എല്ലാം രചിച്ചപ്പോൾ 17 പുരാണങ്ങൾ, ഭാഗവതം രചിച്ചില്ല. ഭാഗവതം രചിക്കാൻ വന്നത് എന്താണോ ഈ പുരാണങ്ങളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണോ ഈ വേദങ്ങളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് കൃത്യമായി റിഫ്ലക്ട് ചെയ്തില്ല. അപ്പം നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട്, ആ ഫോർമുല വേദാന്ത സൂത്രം സ്വീകരിച്ചുകൊണ്ട് വ്യാസമഹർഷി ആ ഭാഗവതം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മാർഗനിർദ്ദേശം ഭാഗവത രൂപത്തിൽ നമുക്ക് തന്നു. അതുകൊണ്ടാണ് കലിയുഗത്തിൽ മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും പ്രസക്തിയില്ല. നമ്മുടെ മുന്നിൽ ആകെ 3 ഗ്രന്ഥങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ: ഭാഗവതം, ഭഗവത്ഗീത, രാമായണം. വേറെ ഒരു ഗ്രന്ഥങ്ങൾക്കും പ്രസക്തിയില്ല. അതെല്ലാം നേരത്തെ കഴിഞ്ഞ ആഴ്ച സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് മാത്രമായിട്ടുള്ളൂ. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉള്ളി ഭഗവത്ഗീതയെ അല്ലെങ്കിൽ ഭാഗവത് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് വീണ്ടും, ഭക്തിയുത സേവനം എന്നത് മഹത്തായ അതീന്ദ്രിയ ശാസ്ത്രമാകുന്നു. ഇത് ആരംഭിക്കുന്നത്, ഭക്തിയുത സേവനം അതിബൃഹത്തമായ അതീന്ദ്രിയ ശാസ്ത്രമാകുന്നു, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. അത് ആരംഭിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷന്റെ നാമ രൂപ ഗുണ കീർത്തനങ്ങൾ തുടങ്ങിയവ ജപിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന പ്രവർത്തന പദ്ധതിയിലൂടെയാണ്. അപ്പൊ അങ്ങനെ സുപ്തമായ ഭഗവത് പ്രേമ പുനരുദ്ധാരണം, ശ്രവണം, കീർത്തനം എന്നീ യാന്ത്രിക പ്രവർത്തനങ്ങൾ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. എന്നാൽ അത് നിർവിശേഷവും പരിപൂർണവുമായ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്തെ ആശ്രയിച്ചാണെന്ന് പറയും. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും വേണമെന്നുണ്ടെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കണം. അതുപോലെ ഭാഗവതം, ഭഗവത്ഗീത എന്നുള്ളതിനെ നമ്മൾ വായിക്കുകയും അറിയുകയും മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും വേണം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ചത്തെ കുറെ സബ്ജക്റ്റുകൾ സ്മിതമാതാജിക്ക് പറയാനുണ്ട്. ഹരേ കൃഷ്ണ. ഞാൻ നടത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കഴിഞ്ഞ ആഴ്ച പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്യായനി വ്രതത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ കാർത്യായനി വ്രതം എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർഗശീർഷ മാസമാണ് ഇപ്പൊ നടക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മാസാന മാർഗശീർഷോഹം, അതായത് മാസങ്ങളിൽ ഞാൻ മാർഗശീർഷമാണ് എന്നുള്ളത്. അപ്പൊ ഈ വൃന്ദാവനിലെ ഗോപികമാരെല്ലാം ഈ മാർഗശീർഷ മാസത്തില് കാർത്യായനി വ്രതം എടുക്കാറുണ്ട്. നമ്മള് ഏകം ശാസ്ത്രം ചൊല്ലുമ്പോൾ ലാസ്റ്റ് പറയുന്ന ഒരു പ്രയർ ആണ് കാർത്യായനി മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുക്വേ നമ. അപ്പൊ ഈ പ്രയർ എന്താ പറയുന്നത്? കാർത്യായനി മഹാമായയായ അതായത് ഭഗവാന്റെ എനർജിയായ കാർത്യായനി ദേവിയെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ തന്നെ നമ്മളുടെ പതിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേ കാര്യമാണ് ഗോപികമാര് വൃന്ദാവനത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇനി നമ്മൾ ഈ ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ആ വസ്ത്ര അപഹരണ ലീലയും കൂടെ വരുന്നത്. അപ്പൊ ഏത് ഏജിലാണ് എത്ര ഏജ് വരെ ഭഗവാൻ വൃന്ദാവനിൽ ഉണ്ടായിരുന്നു എന്ന് അറിയോ? 11 years. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഗോപികമാരുടെ ലീലകളൊക്കെ കാണുമ്പോ നമ്മള് പിക്ചറൈസേഷൻ വരുന്ന സമയത്ത് ഭഗവാൻ നല്ല വളർന്ന് പൊക്കമുള്ള ഒരാള്, ഗോപികമാരും അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിക്ചറൈസേഷൻ വരുന്നത്. ശരിക്കും ശ്രീമദ് ഭാഗവതം 10ാമത്തെ കാൻഡോ 22ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് ശ്ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീ ശുക ഉവാച ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജ കുമാരികാഹ ചേരുർ ഹവിഷ്യം ഭുഞ്ജനാഹ കാർത്യായനി അർച്ചനവ്രതം. എന്താ ഇതിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുകദേവ് ഗോസ്വാമി പറയുന്നത് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ വിന്റർ സീസൺ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ മാർഗശീർഷ, ദ യങ് അൺമാരിഡ് ഗേൾസ് ഓഫ് ഗോകുല ഒബ്സർവ് ദ വൗ ഓഫ് വർഷിപ്പിംഗ് ഗോഡസ് കാർത്യായനി ഫോർ ദ എൻറ്റയർ മന്ത് ദേ ഏറ്റ് ഓൺലി അൺസ്പൈസ്ഡ് കിച്ചറി. അപ്പൊ ഇവിടെ ഈ കുമാരികാഹ എന്ന് പറയുന്നതിന് ഉള്ള ഏജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 to 6 years ഏജ് വരെയുള്ള കുട്ടികളെയാണ് കുമാരികാഹ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഈ ലീല നടക്കുന്നത് വൃന്ദാവനത്തില്, ഭഗവാന്റെ ഏജ് ലെസ് ദാൻ 11 years, ഈ ഗോപികമാരുടെ ഈ കുട്ടികളുടെ ഏജ് എത്രയാണ്? 5 to 6 years. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എത്ര തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് ഈ രാസലീലയെ കുറിച്ചും ഗോപികമാരുടെ വസ്ത്രാഹരണ ലീലയെ കുറിച്ചും ഒക്കെ നമ്മൾക്ക് എത്ര റോങ് കൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നുള്ളത് നമ്മുടെ ഈ ശ്ലോകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ആൻഡ് അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്ന, ഈ ഫുൾ കാർത്യായനി വ്രതം എടുക്കുന്ന സമയത്ത് രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് യമുനയില് കുളിക്കാൻ പോവും. കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആ യമുനയുടെ കരയിൽ തന്നെ മണ്ണ് കൊണ്ട് കാർത്യായനി ദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കും. എന്നിട്ട് അവരവിടെ ആരതി എല്ലാം ചെയ്യും. എന്നിട്ട് ഈ ഫുൾ മന്ത് അവർ ഈ കിച്ചടി മാത്രമേ കഴിക്കുള്ളൂ. എന്താ കിച്ചടി ഉണ്ടാവുക? ദാലും റൈസും കൂടെ, അതിൽ ഒരു സ്പൈസസും ഇടില്ല, സോൾട്ടും ഇടില്ല. അതാണ് അവരുടെ ഓസ്ട്രിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭഗവാൻ കൃഷ്ണനെ അവരുടെ പതിയായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായാലും പറയാ, ഹവിഷ്യം. അത് മാത്രമാണ് ആ 1 full month അവര് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഫുഡ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളൊരു വ്രതം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന റെസ്ട്രിക്ഷൻ നമ്മൾ ഫുഡിൽ കൊണ്ടുവരും. എന്തുകൊണ്ടാണത്? ബിക്കോസ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനും ഭക്ഷണത്തിനും തമ്മിൽ വളരെ വലിയ കണക്ഷൻ ഉണ്ട്. വി ആർ വാട്ട് വി ഈറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയില്ല, ഇപ്പൊ നമ്മൾ പ്ലേറ്റിൽ വെക്കുന്ന ഈ റൈസ് എത്ര കൈ മറിഞ്ഞിട്ടാണ് വരണം എന്നുള്ളത് അറിയില്ല. നമ്മൾ അത് എന്താ പറയാ, ഉണ്ടാക്കുന്ന മുതൽ നമ്മുടെ പ്ലേറ്റിൽ എത്തുന്ന വരെ എത്ര ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും കർമ്മത്തിന്റെ ഭാഗം നമുക്ക് ഗ്രെയിൻസിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് പ്രഭു എപ്പോഴും പറയുന്നുണ്ട്, പ്രസാദാ ദുഃഖ എന്തോ പറയും പ്രഭു എപ്പോഴും ആ ശ്ലോകം പറയാ, പ്രസാദേ ന സർവ ദുഃഖാന. അപ്പൊ പ്രഭു പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തില് കൂടെ നമ്മള് ബാക്കിയുള്ളവരുടെ കർമ്മം കൂടെ നമ്മൾ എടുത്ത് തലയിൽ വെക്കണം. അതുകൊണ്ടാണ് നമ്മള് ഭഗവാന് ഓഫർ ചെയ്ത് കഴിക്കണം എന്നുള്ള കാര്യം പ്രഭു എടുത്തെടുത്ത് പറയുന്നത്. കാരണം അത് നമ്മുടെ കർമ്മത്തിന്റെ ബേർഡനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എപ്പൊ നമ്മൾ ഭഗവാന് വേണ്ടി ഓഫർ ചെയ്യുന്നോ ആ സമയത്ത് ഭഗവാൻ എന്താ ചെയ്യുന്നത്? അതിന്ന് ആ കർമ്മത്തിന്റെ ബാഗേജിനെ എടുത്തു കളയും. പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കർമ്മത്തിന്റെ ഇഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ബിക്കോസ് ഇറ്റ് അഫക്ട്സ് അവർ കോൺഷ്യസ്നെസ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ എവിടുന്നെങ്കിലും മേടിച്ച് കഴിക്കുമ്പോൾ ആ കുക്കിന്റെ എന്താണോ ചിന്ത, ആ ചിന്ത നമ്മുടെ ഫുഡിൽ വരും. ബിക്കോസ് ഗ്രെയിൻ ഹാസ് ഗോട്ട് എന്താ പറയാ ഒരു പവർ ഉണ്ട്. അത് ആരുടെയൊക്കെ കയ്യിലൂടെ പാസ് ചെയ്തോ ആ കോൺഷ്യസ്നെസ് എല്ലാം ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്.
നമ്മളിപ്പോ അറിയാം, നമ്മൾ ഭക്ഷണം 4 നേരം കഴിക്കും, പക്ഷെ പ്രയർ മാത്രം ഒരു തവണ മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇപ്പൊ നമ്മള് നേരത്തെ ആദ്യം തുടങ്ങിയത് എന്തോ ഒരു കോയിൻസൈഡ് ആയിട്ട് വന്നതാണ് പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ ആ പറഞ്ഞില്ലേ നമ്മുടെ മറ്റ് കമ്മ്യൂണിറ്റികളിൽ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ, അതൊരു സിസ്റ്റമാണ്. ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തെ ഫോളോ ചെയ്തവരാണ് അവര്. നമ്മുടെ സിസ്റ്റത്തെ കോപ്പി അടിച്ചവർ അത് അതേപോലെ ചെയ്യുന്നു. പക്ഷേ ഒറിജിനേറ്റർ അത് മറന്നുപോയി, ഒറിജിനേറ്റർ ചെയ്യാൻ മറന്നുപോയി. ഹരേ കൃഷ്ണ. സിമി മാതാജി എന്തുകൊണ്ട് പറയാൻ? മ്യൂട്ടാണ്. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം. ഡോക്ടർ ജി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്, ക്ഷമിക്കണം, ഞാൻ തെറ്റാണെന്ന് വിചാരിക്കരുത്. നമ്മള് പിന്നെ മണിലാൽജി പറഞ്ഞത് മഹാഭാരത യുദ്ധത്തില് 642 കോടി ജനങ്ങൾ പങ്കെടുത്തു. 640 കോടി. ഈ യുദ്ധം ഇന്ത്യക്ക് 640 കോടി. ഈ നമ്മള് ഈ ഇപ്പം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഉൾപ്പെട്ടതാണോ, അത് ഇന്ത്യ കൂടാതെ മറ്റു രാജ്യങ്ങൾ കൂടെ ഉൾപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു? യെസ്, മഹാഭാരതം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് കാണുന്ന ഇന്ത്യ അല്ലായിരുന്നു മഹാഭാരതം. ഇപ്പം ഇന്ന് കാണുന്ന എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട വലിയൊരു മഹാരാജ്യമായിരുന്നു മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാഭാരതത്തിൽ അത്രയും രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. അത് ഭാഗവത്തിലൂടെ നമ്മൾ പോകുമ്പം ആ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കും. അപ്പം ഇവിടെ അതിനെ ഭാരതവർഷമെന്നും ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളെ ഹരിവർഷം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം അപ്പം അതിന്റെ രാമായണത്തിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും മലേഷ്യ, പിന്നെ അതുപോലെ തന്നെ നാഗാലാൻഡ്, പിന്നെ അവിടെ അതൊക്കെ മഹാഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അതുകൊണ്ടാണ് അവിടെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അവരുടെ വിമാനത്തിനുള്ള പേര്, പിന്നെ വിമാനത്താവളത്തിനുള്ള പേര്, അല്ലെങ്കിൽ എന്തല്ല സ്മിതമാതി കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച കഥകൾ പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പം മഹാഭാരതം പിന്നീടാണ് ലോപിച്ച് ഇന്ന് കാണുന്ന ഒരു ഇന്ത്യ ആയിട്ട് ചുരുങ്ങി വന്നത്. ഇപ്പോഴത്തെ ലോകത്തുള്ള ജനസംഖ്യ 759 കോടിയാണ്. അപ്പം അതെ, ഇതുപോലൊരു മഹാജനപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഇടപെടും. എപ്പോൾ ഭൂമിക്ക് അൺബാലൻസ് വരുന്നോ അപ്പോൾ ഭഗവാൻ ഇടപെടും. കുറെ പേര് അങ്ങനെ പോകും. ആവശ്യമാണ്. ഒരു സിസ്റ്റം തന്നെ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിസ്റ്റം അത് സ്റ്റോറേജ് മൊത്തം ഫുള്ള് പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആയി തുടങ്ങും. നമ്മൾ എന്ത് ചെയ്യും? ഉടനെ ആ സിസ്റ്റത്തെ റീഫോർമാറ്റ് ചെയ്യും. ഈ റീഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് തിങ്സിനെ എടുത്തു കളയാണ്. ഇപ്പൊ ഐറ്റിയിലോട്ട് കൊടുക്കുമ്പോൾ പറയും നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം ലോസ് ആയിപ്പോയി. അവർ മനഃപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ പറയും കാര്യം നമ്മൾ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും അത് മിസ്സായിപ്പോയി എന്ന്, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഡാറ്റ റിക്കവറി ഒക്കെ പല കാര്യങ്ങളുണ്ട്, പലയിടത്തോട്ട് സേവ് ചെയ്യും. പക്ഷെ സിസ്റ്റത്തിലുള്ളത് അതുകൊണ്ട് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഷെയറിംഗ് ഫോൾഡർ എന്നൊരു സിസ്റ്റം ആയത് ഒരു സെൻട്രൽ പോയിന്റിലോട്ട് സേവ് ചെയ്യും. സിസ്റ്റത്തിലോട്ട് മാത്രം സേവ് ചെയ്യണേ ആ ഒരു ഡാറ്റയും കിട്ടത്തില്ല. ഇപ്പൊ ഡെസ്ക്ടോപ്പിലോട്ടൊക്കെ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഡാറ്റ എല്ലാം എടുത്ത് കളയും അവർ. സാധാരണ IT ഉപദേശിക്കാറുണ്ട് ഡെസ്ക്ടോപ്പിലൊന്നും ഇടരുത്, നിങ്ങൾ ഫോൾഡർ ഉണ്ടാക്കി മാത്രമേ വെക്കാവൂ, അതും ഷെയറിംഗ് ഫോൾഡറിൽ നിങ്ങൾ കാണണം, ചെയ്തിരിക്കണം എന്ന് പറയും. അതായത് സിസ്റ്റവുമായിട്ട് മെയിൻ ഐറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോൾഡറിലേക്ക് അത് മാറ്റും. എന്ന് പറഞ്ഞതുപോലെ എവിടെ ഈ ഭാരം കൂടുമോ അവിടെ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് റീഫോർമേഷൻ, ഇംബാലൻസ് നഷ്ടപ്പെടുന്നു. അതെ, ഭൂമിദേവി ഇംബാലൻസ് നഷ്ടപ്പെട്ടപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചത്. കംസനും അസുരന്മാരും ഒക്കെ വന്നപ്പം ഭഗവാൻ പറഞ്ഞു ഓക്കെ ഇതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. അപ്പൊ എപ്പം ജനപ്പെരുപ്പം ഉണ്ടാകുന്നു, എഴുതി വെച്ചോളൂ, എപ്പം ജനപ്പെരുപ്പം ഉണ്ടാകുന്നുവോ ആ ജനപ്പെരുപ്പത്തെ ഭഗവാൻ കുറച്ചു കളയും. അത് ഏതിന്റെ പേരിലാണെങ്കിലും അത് കൃത്യമാണ്. ഡോക്ടർ ജീമൻ നമ്മളിത് പറയുമ്പോ ആരെങ്കിലും പറയുമ്പോ ഇമ്മീഡിയറ്റ് ആയി ഒറ്റയടിക്ക് ഞാൻ ചോദിച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ, നമുക്കൊരു ആൻസർ എന്തായാലും ഉണ്ടായിരിക്കണമല്ലോ.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ 139 ഇപ്പോഴത്തെ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് 139 കോടി ജനങ്ങളാണ്. അതെ, ഇന്നത്തെ ഭാരതമല്ല. 139 കോടിയുള്ള ജനങ്ങൾ 642 കോടി ആകുമ്പോഴത് എത്രത്തോളം വലിപ്പമുള്ളതായിരിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തി പറയണം. തീർച്ചയായിട്ടും. അതായത് അങ്ങനെ നോക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വേറെ വിചാരിക്കരുത്, മറ്റ് ആൾക്കാർ അവരുടെ പോർഷൻ എത്രയാണെന്ന് അവർ ചിന്തിക്കും. അത് ചിലപ്പോൾ അവർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം. തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രം ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അറിവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. നമ്മുടെ ശാസ്ത്രത്തിന്റെ മഹത്വം അതാണ്. ഭഗവത്ഗീതയിൽ രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട്, അവർ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്, എന്റെ ഈ ശാസ്ത്രം, എന്റെ ഈ ഉപദേശം എന്നോട് അസൂയുള്ളവരോടോ, എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരോടോ, എന്നോട് താല്പര്യമില്ലാത്തവരോടോ പറയാൻ പോകരുത്. PhDക്ക് പഠിക്കുന്ന തത്വങ്ങൾ ഒരു സ്കൂളിൽ പോകാത്ത ഒരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ ചായയൊക്കെ വിറ്റ് നടത്തുന്നുണ്ട്, ഞാനും ജീവിക്കുന്നു, ഇതിന്റെയൊക്കെ ആവശ്യമുള്ള എന്ന് പറയുമ്പോൾ PhDക്കാരൻ അംഗീകരിക്കുമോ? മെഡിക്കൽ സയൻസിന്റെ ആവശ്യമില്ല, ഒരു മഞ്ഞൾപ്പൊടി മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർജി അംഗീകരിക്കുമോ? അതെങ്ങനെ അംഗീകരിക്കാനാണ്? ഇപ്പൊ അതല്ലേ ആയുർവേദക്കാർക്ക് സർജറി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അതെങ്ങനെയാ പറ്റുന്നത്? ഞാൻ സമയമില്ല സബ്ജക്ട് മുന്നോട്ട് പോകും. അപ്പം ഇന്ന് പറയുന്നതിന്റെ കൂട്ടാണ് ഇതൊരു വാസ്തവമായിരുന്നു കേട്ടോ. പിന്നെ രാമായണത്തിലൂടെ പോകും. പിന്നെ മലേഷ്യ, പിന്നെ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു തരാം. ഇന്തോനേഷ്യ കാണുമായിരിക്കും. ഇന്തോനേഷ്യ, അതെ, കംബോഡിയ ടെമ്പിൾസ് ഉണ്ടല്ലോ, മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ജനപ്പെരുപ്പമായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം കുറച്ച് പോയേ പറ്റത്തുള്ളെന്ന് ഭഗവാൻ അറിയാം. അപ്പം അതിനകത്ത് കുറെ പേര് പോകണം. എന്ത് ചെയ്തു ഭഗവാൻ? തീരുമാനിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട് യുദ്ധമൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ ചെയ്തതിൻ്റെതെല്ലാം കാര്യമാണ്. അസുരന്മാര് തീർച്ചയായിട്ടും പോയിരിക്കണം. ഇതിനൊക്കെ ഒരു കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ഡോക്ടർജി മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ജനപ്പെരുപ്പം വന്നപ്പം എന്ത് ചെയ്തു ഗവൺമെന്റ്? ഇപ്പൊ ഇവിടുത്തെ ആദ്യം പറഞ്ഞു നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞപ്പം നാം 1 നമുക്ക് 1 എന്ന് പറഞ്ഞു. ഇല്ലേ? അല്ല, നാം 2 നമുക്കൊന്ന് അല്ല, ആദ്യം പറഞ്ഞ നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നാം 2 നമുക്ക് 1. അപ്പൊ നാം 1 നമുക്ക് 1 എന്ന് പറഞ്ഞു. ഓക്കെ, ആ ഒരു ഫോർമേഷൻ. നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ, രണ്ടായിട്ടല്ലല്ലോ. അപ്പൊ നമുക്ക് 1 എന്ന് പറഞ്ഞു. പക്ഷെ റേഷൻ കാർഡിൽ പറ്റത്തില്ലല്ലോ. അതെ, അത് ഇനിയിപ്പോ അങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോ ഒരുപക്ഷെ പറയും നമ്മൾ ഒന്നാണ്, നമുക്കിനി എന്തിനാണ്, നമ്മളല്ലേ എല്ലാം എന്ന് പറയും. നമ്മളല്ലേ എല്ലാം, ഇനി നമുക്കിനി എന്തിനാണ് എന്ന് ചോദിക്കും. ഇപ്പം ജനപ്പെരുപ്പം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ആക്ഷൻസ് എടുക്കുന്നത്. ശാസ്ത്രീയപരമായിട്ട് അത് നല്ലതല്ല, പക്ഷേ അവിടെ എവിടൊക്കെ ജനപ്പെരുപ്പം വരുന്നോ അവിടെ ഭഗവാൻ ഇടപെടും. അയ്യോ, സമയം എൻ്റെ ഒരുപാട് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അപ്പം സുരേഷ് എന്തെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റ്. എൻ്റെ അടുത്ത ക്ലാസിന്റെ സമയത്തിന് 5-7 മിനിറ്റ് ആയി. ഓക്കെ, ഹരേ കൃഷ്ണ. നമസ്തേ, ഹരേ കൃഷ്ണ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ കേട്ടു, സന്തോഷം പങ്കെടുക്കാൻ പറ്റിയത്. ഹരേ കൃഷ്ണ. ഇനിയും സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരും, പങ്കെടുക്കും. നന്നായിരുന്നു. ചെറിയൊരു ഇൻഫർമേഷനുകളുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച ഞാൻ അതിന്റെ ചാപ്റ്റർ അസൈൻ ചെയ്തു തരാം. ഈ വരുന്ന വെള്ളിയാഴ്ച സ്വർഗവാതിൽ ഏകാദശിയും അതുപോലെ അഡ്വന്റ് ഓഫ് ഭഗവത്ഗീത, ആ ഒരു ദിനമായിരുന്നു ഭഗവാൻ അർജുനനോട് ഈ തത്വം ഉപദേശിച്ചത്. അപ്പൊ ഈ വരുന്ന വെള്ളിയാഴ്ച എല്ലാവരും ഒരുമിച്ചിരുന്ന് 5 മണി മുതൽ നമ്മൾ ഭഗവത്ഗീത വായിക്കും. അതുപോലെ പ്രത്യേക മംഗളാരതി ഉണ്ടാവും. ഭഗവത്ഗീതയിൽ പ്രത്യേക മംഗളാരതി ഉണ്ടാവും. അപ്പം എളുപ്പമായ അധ്യായം അങ്ങോട്ട് വിടും. ഓക്കെ, അപ്പം അതിന് തയ്യാറായിരിക്കണം. വേറെ എല്ലാം മാറ്റിവെക്കണം. വെള്ളിയാഴ്ച 5 മണിക്ക് ഡോക്ടർജിക്ക് ഒരു പക്ഷേ ഡ്യൂട്ടി ആയിരിക്കും. എങ്ങനെയാണെങ്കിലും നോക്കണം. ഓക്കെ, 5 മണി 6:30 അല്ലേ? 6:30 തീർച്ചയായിട്ടും പങ്കെടുക്കണം. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അയക്കാം. എന്തായാലും ക്ഷമിക്കണം,
കുറെ സബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ 3 ശ്ലോകം കൂടെ കവർ ചെയ്തുകൊണ്ട് ഞാൻ അധികം സമയം എടുത്തു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഏകം ശാസ്ത്രം 4 വരി, ആദ്യത്തെ 4 വരി. एकं शास्त्रं देवकीपुत्रगीतम् एको देवो देवकीपुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഡോക്ടർജി ക്ഷമിക്കണം, ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇപ്പോഴത്തേക്ക് സമ്മതിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഡോക്ടർജി പേരക്കുട്ടിയെ കാണിച്ചതിൽ സന്തോഷം. അത് പ്രതീക്ഷിക്കാതെ അങ്ങ് കാണിച്ച കേട്ടോ. മോൾ അപ്പോൾ റെഡി ആയിട്ട് വന്ന അവിടെ കാണിച്ചു. അവള് കുറെ നേരം ഇരുന്നല്ലോ.